നമ്മുടെ നഫീസുമ്മാൻ്റെ പൊളിമൂഡ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ആ ഒരു പൊളിമൂഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കാണുക. ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം. എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇപ്പം ഭയങ്കര സീനാക്കിയിട്ടൊരു ഉസ്താദ് മൂപ്പര് ടാർപ്പായി മൈക്കും കണ്ടപ്പോൾ ഈ ഉമ്മ പോയി ആഘോഷിച്ചതിന് മൂപ്പർക്ക് എന്തിനാ അത്ര വലിയ കാടി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇയാൾ പറയുന്നത് കേട്ടോ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സനാത്ത് ദിക്റും ചെലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സനാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഇയാൾക്ക് എന്തിന്റെ കടിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് രസാണല്ലേ 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ സ്വമേധയാ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഇറങ്ങിക്കിടന്ന് മരിക്കണോ, ജീവിക്കാൻ പറ്റില്ലേ എന്നാണല്ലേ. ഈ മനുഷ്യന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സത്യമായിട്ട് തോന്നിയത്? എനിക്ക് കലിപ്പ്, വെറുപ്പ്, പുച്ഛം, പരിഹാസം ഒക്കെ ഭയങ്കരമായിട്ട് തോന്നി. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു ഉമ്മ മൂലക്കിരുന്ന് സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലിയിരിക്കണം, മഞ്ഞ് വാരരുത്, പുറം ലോകം കാണരുത്, ചിരിക്കരുത്, സന്തോഷിക്കരുത്, മനുഷ്യരെ കാണരുത്, മക്കളുടെ കൂടെ പോലും ഒന്ന് പുറത്തു പോകരുതെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഒരു സ്ഥാനം കുറെ വീഡിയോ ആയിരുന്നു. ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ കണ്ടു മൂപ്പർക്ക് എല്ലാം പ്രശ്നമാണ്. മൂപ്പർക്ക് മറ്റേ ഇലുമിനാട്ടി പാട്ട് വരെ പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് ഇയാള്. മണാലി യാത്രയ്ക്ക് കഴിഞ്ഞ് നബീസുമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ എങ്ങനെയുണ്ടായിരുന്നു മണാലി യാത്ര? മണാലി യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇത്രയും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണിത്. ഈ പാതിന് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഈ ഉമ്മ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഉമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം വരുന്ന ഉമ്മമാർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. ഒട്ടുമിക്ക ഉമ്മമാരുടെയും ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് അങ്ങ് ത്യജിച്ച് ജീവിക്കലാണ്. അള്ളാഹു എങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അവർ ചിന്തിച്ചു നോക്കിയില്ലേ? തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതത്രേ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. അതായത് ഈ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അത് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അത് നോക്കി കാണുക എന്നുള്ളതാണ്. കാരണം ഇനി അന്ത്യനാളിൽ അള്ളാഹു ഈ സൃഷ്ടിയെ, ഈ ഒരു ഭൂമിയെ എന്തൊക്കെ സൃഷ്ടിച്ച് അതിനൊക്കെ വീണ്ടും ഒരു മാറ്റം വരുത്തും എന്നുള്ളതാണ് വിശ്വാസം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും, എല്ലാവരോടും ഞാൻ എന്ത് ചെയ്ത് എനിക്ക് പിന്നെ എല്ലാവരും ഉഷാറായിക്കെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്കും ഇനി നിങ്ങളും എൻ്റെ കൂടെ വരണം, ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണമെന്ന്.